ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ഫ്ലാറ്റ് മോഡിലായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇൻഡസസ് തന്നെയായിരുന്നു. കാരണം പല ഗ്ലോബൽ ഇൻഡസുകളും ഇന്നൊരു ഫ്ലാറ്റ് മോഡിൽ തന്നെയായിരുന്നു ഓപ്പൺ ചെയ്തത്. മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് US ചൈന ടെൻഷൻ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു മൊമെന്റം തിരിച്ചു പിടിക്കുകയും ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതായും കണ്ടിരുന്നു. അതുപോലെ ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാന ഇവന്റ് എന്ന് പറയുന്നത് റിലയൻസ് ഏകദേശം 13 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ റോസാരി ബയോടെക് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 77% റിട്ടേൺസ് ഓൾറെഡി സ്റ്റോക്ക് നൽകി കഴിഞ്ഞു. അതുപോലെ ഇന്നലെ നടന്ന US ഇന്ത്യ ബിസിനസ് കൗൺസിലിലെ ചില പരാമർശങ്ങളും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നൊരു പോസിറ്റീവ് എനർജി നൽകിയിരുന്നു. ഇന്ത്യ UK ട്രേഡ് ഡീൽസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഫ്രൈഡേ നടക്കാനിരിക്കുന്നുണ്ട്. അതും സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇന്ന് നൽകിയത്. UK യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തായതിനു ശേഷം ഇതിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഈ ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതും ഇന്ന് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകമാണ്. ഇന്ന് നിഫ്റ്റി ഏകദേശം 82 പോയിന്റോളം അപ്പായി 11,215 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോയിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. ഏകദേശം 97 പോയിന്റോളം അപ്പായി 7,301 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 201 പോയിന്റോളം അപ്പായി 23,083 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 237 പോയിന്റോളം അപ്പായി 15,803 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 89 പോയിന്റോളം അപ്പായി 11,380 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി FMCG 50 പോയിന്റോളം അപ്പായി 31,101 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 30 പോയിന്റോളം ഡൗൺ ആയി 17,045 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 17 പോയിന്റോളം അപ്പായി 2,131 പോയിന്റിലും നിഫ്റ്റി ഫാമ 146 പോയിന്റോളം അപ്പായി 10,322 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ഏഷ്യർ മോട്ടോഴ്സ്, ICICI ബാങ്ക്, റിലയൻസ്, ടെക് മഹീന്ദ്ര, അതുപോലെ SBI തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക്, ശ്രീ സിമന്റ്, HUL, TCS, അതുപോലെ ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ഇന്ന് സെൻസെക്സ് 268 പോയിന്റോളം അപ്പായി 38,140 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് SBI, ICICI ബാങ്ക്, റിലയൻസ്, ടെക് മഹീന്ദ്ര, കോട്ടക് ബാങ്ക്, അതുപോലെ ITC തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ഏഷ്യർ മോട്ടോഴ്സിൽ ഒരു അപ് ട്രെൻഡ് ഇന്ന് വിസിബിൾ ആയിരുന്നു. ഏകദേശം 5% അപ്പായിട്ടാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് 2 വീലർ സെയിൽസിൽ ഒരു വർധനവുണ്ടെന്നും അത് ഇൻക്രീസ് ചെയ്യുമെന്നും ന്യൂസുകൾ വന്നിരുന്നു. അതിന്റെ ഫലത്തിലാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് കണ്ടത്. ഇന്ന് മിക്കവാറും എല്ലാ ഓട്ടോ സെഗ്മെന്റിലും ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. ഒരു റിക്കവറി ഉണ്ടെന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു അപ്മൂവിനുള്ള പ്രധാന കാരണമായി മാറിയത്. കാഡില ഹെൽത്ത് കെയർ ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് വിസിബിൾ ആയിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റിന് US FDA ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് ട്രയൽ നടത്താൻ വേണ്ടി. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായത്. ട്രൈഡൻ സ്റ്റോക്കുകൾ ഇന്നൊരു അപ് ട്രെൻഡിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരുന്നു. അതിന് ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായാണ് എഫക്ട് ചെയ്തത്. ITC സ്റ്റോക്കിൽ ഇന്നൊരു അപ് ട്രെൻഡ് വിസിബിൾ ആയിരുന്നു. ഏകദേശം 2% അപ്പായാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനു മുമ്പുള്ള ഒരു ബൈയിങ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്ന് ദൃശ്യമായത്. ആക്സിസ് ബാങ്ക് സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. ഏകദേശം 3% ഡൗൺ ആയാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നവീൻ തൈലാനി ക്വിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായത്. അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. ദിലീപ് ബിൽകോൺ ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് ആണ് വിസിബിൾ ആയത്. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 4,167 കോടി രൂപയുടേതാണ് ഓർഡർ. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റ് ദൃശ്യമായത്. ബയോകോൺ ഷെയറിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. ഇവരുടെ റിസൾട്ട് വരുന്നുണ്ട്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമാവാനുള്ള പ്രധാന കാരണം. JSW സ്റ്റീലിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. ഏകദേശം 1.14% അപ്പായാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഒരു അക്വസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും ഇന്നലെ വന്നിരുന്നു. അതും ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് സൃഷ്ടിച്ചിരുന്നു. സ്പൈസ് ജെറ്റ് ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ആയിരുന്നു ദൃശ്യമായത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവർ അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊരു ന്യൂസിന്റെ ഫലത്തിലായിരുന്നു സ്റ്റോക്ക് അപ്പിലേക്ക് മൂവ് ചെയ്തത്. ഏകദേശം 4% അപ്പായാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവാണ് ദൃശ്യമായത്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് ആയിരുന്നു. റിസൾട്ടിനു ശേഷമാണ് ഈ സ്റ്റോക്കിൽ ഒരു അപ് ട്രെൻഡ് സംഭവിച്ചത്. വോഡാഫോൺ ഐഡിയ സ്റ്റോക്കിൽ ഇന്നൊരു ചെറിയ പോസിറ്റീവ്നെസ് കണ്ടിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് IT ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പീൽ ഡിസ്മിസ് ചെയ്തിരുന്നു. അതിന് ഈ സ്റ്റോക്കിനെ പോസിറ്റീവായാണ് എഫക്ട് ചെയ്തത്.
SBI സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. ഏകദേശം 3.26% അപ്പായാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. ICICI ബാങ്കിലും ഒരു അപ് ട്രെൻഡ് വിസിബിൾ ആയിരുന്നു. ഏകദേശം 3% അപ്പായാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. റിലയൻസ് സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ നാളെ വരുന്ന റിസൾട്ടാണ്. അതിനു മുമ്പുള്ള ഒരു ബയ്യിങ് ആയിരുന്നു ഇന്ന് സ്റ്റോക്കുകളിൽ കണ്ടത്. ഒരു നല്ല റിസൾട്ട് ആയിരിക്കുമെന്നാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ റിലയൻസ് ഷെയറിൽ അപ് ട്രെൻഡിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആമസോൺ റിലയൻസ് റീറ്റെയിലിൽ ഏകദേശം 9.90% സ്റ്റേക്ക് എടുക്കുന്നു എന്നൊരു ന്യൂസ് വന്നിരുന്നു. അതും ഇന്ന് ഈ സ്റ്റോക്കിനെ പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. അംബുജ സിമൻസിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നൊരു ഡൗൺ ട്രെൻഡിന് കാരണമാക്കിയത്. ഏകദേശം 1.47% ഡൗൺ ആയാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഷെയറിൽ ഇന്നും ഒരു പ്രഷർ നേരിട്ടിരുന്നു. ഏകദേശം 1.65% ഡൗൺ ആയാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്നലെയും ഈ സ്റ്റോക്കിൽ ഒരു പ്രഷറായിരുന്നു ദൃശ്യമായത്. L&T സ്റ്റോക്കിലും ഒരു പ്രഷറായിരുന്നു ദൃശ്യമായത്. ഏകദേശം 0.47% ഡൗൺ ആയാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. അവരുടെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിന്ന് മാർക്കറ്റ് നെഗറ്റീവായാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ ഇന്ന് സംഭവിച്ചത്. ICICI സെക്യൂരിറ്റി ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡാണ് ദൃശ്യമായത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് വന്നിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധനവ് സംഭവിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായാണ് എടുത്തത്. ഇന്റർനാഷണൽ കമ്പഷൻ ഇന്ത്യ സ്റ്റോക്കുകളിൽ ഏകദേശം 20% ഒരു അപ് ട്രെൻഡ് ഇന്ന് കണ്ടിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ റിസ്യൂം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു റാലി വിസിബിൾ ആയത്. ഹെയ്ഡൽബർഗ് സിമന്റിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് ഇന്ന് വന്നിരുന്നു. റിസൾട്ടിൽ പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഏകദേശം 2% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കുകളിൽ ഒരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് വന്നിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധനവ് സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോക്കുകൾ ഏകദേശം 0.45% അപ്പായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഗ്ലെൻമാർക്ക് ഫാർമ ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡാണ് വിസിബിൾ ആയത്. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഫാബിവെയറിൻ്റെ ഫേസ് 3 ട്രയൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെന്റ് സൃഷ്ടിച്ചത്. സ്റ്റോക്ക് ഏകദേശം 1.87% അപ്പായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. റാലിസ് ഇന്ത്യ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. ഏകദേശം 1.06% ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. മോർണിംഗ് സെഷനിൽ സ്റ്റോക്കിൽ അപ് ട്രെൻഡ് കണ്ടിരുന്നെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം സ്റ്റോക്ക് ഇന്ന് 1% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.